പ്രചരിപ്പിച്ചുവെന്നും ടീച്ചർ പ്രസ്താവിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ RSSന്റെ നിലപാടാണ് ശൈലജ ടീച്ചർക്കുള്ളത് എന്നതാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ലെറ്റർ പാഡ് വ്യാജമായി നിർമ്മിച്ച് ടീച്ചർക്കെതിരെ പ്രചാരണം സംഘടിപ്പിച്ചു. വാനൂർ ബോംബ് കേസിലെ പ്രതികൾക്കൊപ്പം ടീച്ചർ നിൽക്കുന്ന ചിത്രം വ്യാജമായി നിർമ്മിച്ചു നൽകി. ഇതെല്ലാം വ്യാജമായ സൃഷ്ടിയാണെന്നും ടീച്ചറുടെ ബൈറ്റുകളും ഇൻ്റർവ്യൂകളും അടക്കം തെറ്റായ രീതിയിലാണ് പ്രചരിപ്പിച്ചത് എന്ന് മാധ്യമങ്ങൾ തന്നെ വെളിപ്പെടുത്തേണ്ടി വന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് പിന്നിൽ ന്യൂ മാഹിയിലെ ലീഗ് പഞ്ചായത്ത് സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ അസ്ലാം, കേസ് എടുത്ത ആളുകളുടെ പേര് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, പേരാമ്പ്രയിലെ ലീഗ് പ്രവർത്തകനായ സൽമാൻ മാളു, പേരാമ്പ്രയിൽ സൽമാൻ മാളു, ലീഗ് പ്രവർത്തകനായ മിൻഹാജ് KM, ബിജിൻ തോമസ്, ഷെരീഫ് വലിയക്കോട്, മുഹമ്മദ് അബ്നാർ, ഐസക് T മാത്യു, ഇവരെല്ലാം പേരിൽ പോലീസ് കേസെടുത്ത ചില ആളുകളുടെ പേരാണ് ഞാൻ പറഞ്ഞത്. ഇനിയും പേരുകളുണ്ട്, ഞാൻ ആ പേരിങ്ങനെ ആവർത്തിക്കുന്നില്ല. തെറ്റായ വാർത്തകളുടെ പ്രചരണം നിർമ്മിത ബുദ്ധിയുടെ വളർച്ചയോടെ, AI സംവിധാനത്തോടെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിന്തുണയോടെ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരിപ്പിക്കുന്ന തെറ്റായ വിവരങ്ങളും കപട വാർത്തകളും അതെല്ലാം സൃഷ്ടിക്കുന്ന ആശയക്കുഴപ്പത്തെക്കുറിച്ച് ഇന്ന് ലോകത്തും ഇന്ത്യയിലും കേരളത്തിലും ആശയങ്ങളുണ്ട് എന്ന കാര്യം CPM തന്നെ കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റി പ്രമേയത്തിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ നവമാധ്യമങ്ങളിൽ നടത്തുന്ന ഇത്തരം കള്ളപ്രചരണങ്ങളെ തുറന്നു കാട്ടുക എന്നത് നമ്മുടെ ജനാധിപത്യ സമൂഹത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് അതിപ്രധാനമായ ഉത്തരവാദിത്തമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചും പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ചും അതെടുത്തുകൊണ്ടിരിക്കുന്ന മതനിരപേക്ഷ നിലപാട് അത് ഏതെങ്കിലും ഒരു ദിവസത്തേക്കോ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല, കാലാകാലം മതനിരപേക്ഷ ഉള്ളടക്കത്തിനു വേണ്ടി നിലകൊണ്ട പാർട്ടിയാണ് CPIM-ഉം ഇടതുപക്ഷ പാർട്ടിയും. ഈ വടകര പാർലമെൻറ്റ് നിയോജകമണ്ഡലം തന്നെ മുമ്പൊരു ഘട്ടത്തിൽ OLB സഖ്യത്തിൻ്റെ അരങ്ങേറ്റം കുറിച്ച ഒരു മണ്ഡലം കൂടിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. കാഫിർ പോസ്റ്റ് വിവാദവുമായി ബന്ധപ്പെട്ട് MP ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഒരു പ്രതിരോധവുമായി എത്തുകയാണ് CPM എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ അറിയേണ്ടത്.